പഠനം വിദ്യാഭ്യാസം അല്ലേ. ചിലർക്കെങ്കിലും അതായത് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ടിരിക്കുന്നവരായാലും വിശ്രമ ജീവിതം നയിക്കുന്നവർ ആയിക്കോട്ടെ, ആർക്കും തന്നെയും പ്രായത്തിൻ്റെ വ്യത്യാസമില്ലാതെ തോന്നുന്ന ഒരു കാര്യമാണ് അന്ന് കുറച്ചുകൂടെ പഠിക്കേണ്ടതായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ജോലിയുടെ കൂടെ തന്നെ പഠിക്കാനും പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ ഈ പഠിത്തം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റ ആളുകളുണ്ട്. കുറച്ചുകൂടെ പഠിക്കണമായിരുന്നില്ല, പഠിക്കേണ്ടതായിരുന്നു. പക്ഷെ ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ, ആ ആഗ്രഹത്തിന് അത് നിറവേറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം ഇപ്പം 10ാം ക്ലാസ് ജയിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പോയിട്ടില്ലാത്തവർക്ക് തുല്യത പഠനവും പരീക്ഷയൊക്കെ ഉണ്ട്. +2നും അങ്ങനെ തന്നെ. ഡിഗ്രിക്കാണെങ്കിലും നമുക്ക് ഡിസ്റ്റൻസ് വഴി ചെയ്യാവുന്നതുണ്ട്, കോഴ്സുകളൊക്കെ ഉണ്ട്. PG ആണെങ്കിലും അങ്ങനെ ചെയ്യും. അങ്ങനെ നമുക്ക് അത് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ഇന്ന് ഉണ്ട്. അപ്പം അത് നമുക്ക് കേരളത്തിലെ നമ്മുടെ സർവകലാശാല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങളാണ്. എങ്കിലും കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ IGNOU തന്നെ, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി, അപ്പം അതെന്ന് പറയുന്നത് വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അത് ഇതുപോലെ ഡിസ്റ്റൻസിനാണ് കൂടുതൽ ഇതായിട്ട് നിൽക്കുന്നത്. ഒരുപാട് പേര് IGNOUവിൽ ഓരോ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആ സൈറ്റുകളിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിക്കണമെന്നുള്ള തോന്നലുകൾ, വൈകി വന്ന ബുദ്ധി അല്ലെങ്കിൽ വൈകി വന്ന വസന്തം എന്നൊക്കെ പറയുന്നത് പോലെ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്നും നിറവേറ്റാൻ വലിയ പ്രയാസമൊന്നും. പഠിക്കാൻ ഉള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ടുണ്ടോ, അതായത് എനിക്ക് പഠിക്കണമെന്നുള്ള ചിന്ത ഇങ്ങനെ മനസ്സിൽ കിടക്കാം, അതെന്തിനാണ് മനസ്സിനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങളുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അത് മോശമായ കാര്യമൊന്നുമല്ല, ആണോ? ഒരിക്കലും അല്ല. നമ്മളുടെ മരണം വരെ നമ്മളുടെ ഒപ്പം നിൽക്കുന്നതാണ്. ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളൊരു നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന ആൾ, ഇന്ന ഡിഗ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയപ്പെടും പിന്നീടായാലും. അപ്പം നമ്മുടെ അടുത്ത് പറയുമല്ലോ, കള്ളന്മാർ കൊണ്ടുപോകാത്ത ഒരു ധനമാണ് എന്ന് പറയുമല്ലോ, ഒരു ചൊല്ലൊക്കെ ഉണ്ട്. അതാണ് വിദ്യ എന്ന ധനം. അത് ഒരിക്കലും നമുക്ക് തീരുന്നതല്ല. നമ്മൾ ഓരോ ദിവസവും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ക്ലാസ് എടുക്കുന്നു ഓരോ കുട്ടികൾക്കും, അല്ലെങ്കിൽ ഓരോ ഡിവിഷനിലും അല്ല ഓരോ ക്ലാസ്സിലും അല്ലേ, 1 2 3 4 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏത് ക്ലാസ്സിലായാലും ഏതൊക്കെ ഡിവിഷനിൽ പോയെടുത്താലും അവിടെയുള്ള പലതരത്തിലുള്ള കുട്ടികളാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവരിൽ നിന്നും നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും. മനസ്സിലായി? അപ്പം വിദ്യ എന്ന് പറയുന്നത് നമുക്ക് ഏത് നേരവും അല്ലെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒന്നാണ്. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും എനിക്ക് വിദ്യാഭ്യാസം തുടരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് അതിന് വേണ്ടിയിട്ട് വെമ്പുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നഷ്ടബോധമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്തിന് വെറുതെ മടിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ മടി പിടിക്കേണ്ട ആവശ്യമേ ഇല്ല. നാണക്കേടും വിചാരിക്കുന്നത് ചിലർക്ക് അങ്ങനെ ഉണ്ട്. ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. പഠിക്കുന്നതിന് നല്ല അന്തസ്സുള്ള, നല്ല അഭിമാനിക്കാവുന്ന ഒരു കാര്യം. നിങ്ങൾക്കറിയാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, പഠിക്കാൻ തയ്യാറാകും. ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ആ വിജയങ്ങളിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് ഒരു സ്ഥാനക്കയറ്റം, അതായത് പ്രൊമോഷന്, അല്ലെങ്കിൽ ഇതിൽ നല്ലൊരു ജോലി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസം വഴി നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഏത് വിഷയമാണ് പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും, ഇല്ലേ? 10 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വിഷയമാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, അല്ലേ? 10 വരെ നമ്മൾ ഇത്ര വിഷയം പഠിക്കണം,
+1 +2 അങ്ങനെ അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാം. അതുകൊണ്ട് 10ാം ക്ലാസ്സിൻ്റെ കാര്യം ചെയ്യണ്ട, വിഷമിക്കണ്ട. അതിന് നമുക്ക് ക്ലാസ് എടുക്കാൻ പഞ്ചായത്ത് വഴിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, തുല്യത പഠനത്തിന്. അതിന് നോക്കാം. അത് നമ്മളത് കോണ്ടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ നാട്ടിലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മെമ്പറിനോടോ അല്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരോടായാലും പറയുക, പോയെന്ന് തിരക്കി അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക. അതെങ്ങനെയാണ് ഘട്ടം, അതിൽ പഠിത്തം എങ്ങനെയാണ്, അങ്ങനെയൊക്കെ തിരക്കി നമ്മൾ ശ്രമിക്കുക. വെറുതെ ചില സമയത്തിരുന്ന് നമ്മൾ വെറുതെ ടെൻഷനോ കൂടുതൽ ആലോചിച്ചൊക്കെ മനസ്സ് വിഷമിപ്പിക്കുന്ന സമയത്ത് ഈ പഠിത്തമൊക്കെ കുറച്ചൊക്കെ എടുത്തിങ്ങോട്ട് വയ്ക്കുക. കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകെ പോകണ്ടല്ലോ. നമ്മുടെ മനസ്സിന് വേറെ ഒന്നും നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, കുറേ അറിവുകൾ നേടുകയാണ്. അതുകൊണ്ട് പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. പിന്നെ എൻ്റെ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനും സഹായിക്കാൻ തയ്യാറാണ്. എനിക്ക് അത്രമാത്രം ഉപകാരം ചെയ്തു തരാനാണ്. പകരം എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം മാത്രം മതി എന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ നന്നായി വാ എന്ന് ഒരാൾ മനസ്സിൽ നമുക്ക് വേണ്ടിയിട്ട് കരുതുകയാണെങ്കിൽ ആ ഒരു അനുഗ്രഹം നമുക്ക് എപ്പോഴും ഒരു പിൻബലമായിട്ടുണ്ടാവും. അത് നമ്മുടെ മനസ്സിന് ഇച്ചിരി ധൈര്യം നൽകുന്ന ഒന്നാണ് എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. മനസ്സിലായി? നമ്മളിപ്പം കല്യാണമൊക്കെ ആണെങ്കിലും നമ്മളെന്താണ് ചില വഴക്കിട്ടവരോ മിണ്ടാത്തവരോടൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമുക്കൊരു അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിന് ബുദ്ധിമുട്ടൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അതങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെ, അല്ലേ? എന്തിനു വേണ്ടിയാണ് കാല് തൊട്ട് വന്നിരിക്കുന്നത്? അതിനും ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാനായിട്ട് സമയം കണ്ടെത്താം, പഠിക്കാം. പഠിത്തം നിങ്ങളെ ഒരിക്കലും പുറകോട്ട് കൊണ്ടുപോകത്തില്ല, നിങ്ങളെ മുന്നോട്ടേ നയിക്കുള്ളൂ. നിങ്ങളുടെ ചിന്തകൾ തന്നെ മാറ്റിമറിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, പഠിക്കണം താല്പര്യമുണ്ടോ? പിന്നെ ഒരു കാര്യം മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്.